നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പാടി മോളെ ഇങ്ങോട്ട് വാ. ഒരു സന്തോഷമുള്ള കാര്യ വാ വാ. ഇത് എവിടേക്കാ വിളിച്ചോണ്ട് പോന്നെ? ഒന്ന് നിക്കച്ചമ്മ. നേരത്തെ നീ എന്നോട് എന്താ ചോദിച്ചത്? രാത്രിയില് കഥകളി ഉണ്ടായിരുന്നോ? അല്ല, ഉറങ്ങിയില്ല എന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതേടാ, കഥകളിയല്ല, ഒരു കഥമാറ്റം കാണുകയായിരുന്നു. കഥ മാറ്റോ? അതെന്താ അച്ഛമ്മ? ഒരിക്കലും മാറില്ലെന്ന് കരുതിയ ഒരു കഥ ഞാൻ മാറ്റി എഴുതി. ഈ അച്ചമ്മയ്ക്ക് കിളി പോയെന്നാ തോന്നുന്നത്. സത്യമാടാ ഞാൻ പറഞ്ഞത്. നമ്മുടെ സുന്ദരിയുടെ കാര്യ. സുന്ദരി ചേച്ചിക്ക് അതിന് എന്തു പറ്റി? അച്ഛമ്മ സുന്ദരി ചേച്ചി വല്ലതും ചെയ്തോ? അതേല്ലോ, ഞാൻ ചെയ്തു. ഞാൻ തന്നെയാ ശരത്തിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അവരൊരുമിച്ച് പഞ്ചഗുസ്തി പിടിക്കുന്നു, പാചകം ചെയ്യുന്നു, ഒരുമിച്ച് കഴിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രിയിലെ എന്റെ മോളുടെ ഒരു സ്വപ്നം കാണലുണ്ടായിരുന്നു. സുന്ദരി ചേച്ചി കണ്ട സ്വപ്നം അച്ഛമ്മ എങ്ങനെയാ കണ്ടേ? അച്ചമ്മ ആ സ്വപ്നത്തിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അച്ചമ്മയ്ക്കും കാണാലോ. വളിച്ച കോമഡി പറയല്ലേ ചെറുക്ക. സത്യമാ ഞാൻ ഈ പറയുന്നേ. എടി മോളെ, എടാ മോനെ, ഇന്നലെ ഞാൻ മുറി ചെല്ലുമ്പോ സുന്ദരി കട്ടിലിൽ പഴയ കാര്യങ്ങൾ ഓർത്ത് സന്തോഷിച്ച് ചിരിച്ചങ്ങനെ ഇരിക്കുന്നു. ഈ മനോരാജ്യം കാണുമെന്നൊക്കെ പറയില്ലേ, ഒരു സന്തോഷത്തിന്റെ ചിരി ആ മുഖത്ത് കാണായിരുന്നു. ഞാൻ ചെന്നത് അറിഞ്ഞതുപോലും ഇല്ല. എന്നിട്ടെന്താ, ഞാൻ ചെന്ന് തോളി കൈവച്ചു. ഓ, നശിപ്പിച്ചു. ചേച്ചി മനസ്സമ്മതന്റെ സ്വപ്നം കണ്ടുപോയനെ. ഷടാ, വിളിച്ചുണർത്തിയാലല്ലേ പിള്ളേരെ എനിക്ക് എന്റെ കാര്യം ചോദിക്കാൻ പറ്റൂ. അല്ല അച്ഛമ്മ, എന്താ സുന്ദരി ചേച്ചിയോട് ചോദിച്ചേ? തൊട്ടും തൊടാതെയും ഞാൻ ശരത്തിന്റെ കാര്യം അങ്ങ് എടുത്തിട്ടു. പക്ഷേ പിടി തന്നില്ല. ദാഹിക്കുന്നെന്നും പറഞ്ഞു അപ്പോഴേ മുറിയിന്ന് ഇറങ്ങി പോയി കളഞ്ഞു. ഇന്നലത്തോടുകൂടി ഒരു കാര്യം ഉറപ്പായി. എനിക്ക് വിവാഹമേ വേണ്ട എന്ന സുന്ദരി മോളുടെ തീരുമാനം മാറി. അവളുടെ മനസ്സിൽ ഇപ്പൊ ശരത്തുണ്ട്. ആ സന്തോഷത്തിലെ അവളിപ്പോ. അത് നടക്കും അച്ഛമ്മ? നടക്കും, നടത്തിയെടുക്കും ഞാൻ. ഒരു വശത്തുനിന്ന് അത് റെഡിയായി വരുമ്പോ അടുത്ത വശത്തുനിന്ന് കാർത്തികിന്റെ പ്രശ്നം തലപൊക്കുക. അതാ അച്ചമ്മ എന്റെ പേടി. അവൻ എത്ര തലപൊക്കിയാലും തൽക്കാലം അതൊന്നും സുന്ദരിയുടെ ചെവിയിലെത്തരുത്. അങ്ങനെ ഉണ്ടാവാതെ നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാ. അച്ചമ്മ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. മഴ എല്ലാ ദിവസവും ഇവിടുന്ന് സ്കൂളിൽ പോവാ. സത്യത്തിൽ നമ്മൾ തന്നെ മോളെ കൊണ്ടാക്കുന്നത് അവളുടെ അച്ഛന്റെ അടുത്തേക്ക് തന്നെയല്ലേ? സത്യത്തില് ഈ MK മാസ്റ്റർ എന്നത് അവന്റെ ചുരുക്കപ്പേര് അച്ചമ്മ. M എന്നാൽ മാധവൻ, KO കാർത്തിക്. പുല്ലാറ്റിങ്കരയിലെ മാധവന്റെ മകൻ കാർത്തിക്കാണ് നമ്മുടെ മഴമോളുടെ MK മാസ്റ്റർ. ഒരു ദിവസം കാർത്തിക് അത് സ്വന്തം മകളാണെന്ന് തിരിച്ചറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പിന്നൊരു നിമിഷം പോലും അവൻ കാത്തു നിൽക്കില്ല. മോളെയും കൊണ്ട് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടും. അതുറപ്പാ. ഒരു നല്ല കാര്യം പറയുന്നതിനിടയിൽ ആ സന്തോഷം കളയല്ലേ വിനീതേ? സന്തോഷം കളഞ്ഞതല്ല, നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിനീതേട്ടാ, ഞാൻ പണ്ട് പറഞ്ഞത് തന്നെ വീണ്ടും പറയുവാ. നമുക്കിത് സുന്ദരി ചേച്ചിയോട് അങ്ങ് പറഞ്ഞാലോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തൽക്കാലം ആവശ്യമില്ലാത്ത ഒരു പണിക്കും പോണ്ട, കേട്ടല്ലോ? ഇപ്പൊ സുന്ദരിയുടെ മനസ്സില് നല്ല ചിന്തകൾ മാത്രം മതി, നല്ല പ്രതീക്ഷകൾ മാത്രം മതി. അതിനിടയിലേക്ക് വേണ്ടാത്ത ടെൻഷൻ ഇട്ട് കൊടുക്കല്ലേ. ഇപ്പൊ അവളുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. അതിനെ കെടുത്തി കളയരുത് നമ്മള്. എനിക്ക് സുന്ദരി മോളുടെ കഴുത്തില് ശരത്ത് താലി കെട്ടുന്നത് കാണണം. അത് കണ്ടിട്ടേ ഞാൻ മരിക്കും. അച്ചമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. സുന്ദരിക്ക് കൂട്ടിനൊരാളുണ്ടായാൽ പിന്നെ എന്ത് പ്രശ്നം വന്നാലും നേരിടാനൊരു ധൈര്യം കിട്ടും.
തൽക്കാലം സരസാറിന്റെ കാര്യം എന്തെങ്കിലും നടക്കുമെന്ന് നോക്കാം നമുക്ക്. നീ വാ, വന്നിട്ട് ചായട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചാ ആന്റിക്ക് എന്നോട് ദേഷ്യം തോന്നും? ചോദിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ദേഷ്യം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ ദേഷ്യം വരും. ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ. എന്നാലും ചോദിക്കും, മനഃപൂർവ്വം ദേഷ്യപ്പെടില്ല, അതുറപ്പ്. അല്ല, ഞാനും ശരത്തേട്ടനും തമ്മിലുള്ള വിവാഹം നടക്കുന്നതില് ആന്റിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല. ഇന്നലെ ശരത്തേട്ടന്റെ കൂടെ ഞാൻ പുറത്തു പോകാൻ ഇറങ്ങിയപ്പോ ആന്റി എന്നെ തടഞ്ഞു. അപ്പം മുതൽ എനിക്കൊരു സംശയം. ആന്റിക്ക് ആശുപത്രി പോണം, അതിന് കൂട്ടുവേണമെന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. എന്നിട്ട് ആന്റി ആശുപത്രി പോയോ? ഇല്ലല്ലോ. അപ്പൊ മനഃപൂർവ്വം എന്നെ വിടാഞ്ഞതാണ്. അങ്ങനെ ഞാൻ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ശ്രുതി. എനിക്ക് ആശുപത്രി പോണമെന്ന് പറഞ്ഞത് കള്ളം പറഞ്ഞ കാര്യമല്ല. ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാഞ്ഞതുകൊണ്ടാ പോകാതിരുന്നത്. പിന്നെ ശരത്ത് പോകാൻ ഇറങ്ങിയപ്പോ നീ പോകാൻ ഇറങ്ങിയ കാര്യം എന്റെ ഭാഷയിൽ അതിന് ഔചിത്യമില്ലായ്മ എന്നാ പറയുന്നത്. ഒരാൾ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ കൂടെ ഇറങ്ങി പുറപ്പെടാൻ ആലോചിക്കുന്ന നമ്മൾ ഒപ്പം ഒരു കാര്യം കൂടി ആലോചിക്കണം. നമ്മൾ കൂടെ ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമാണോ? ഒന്നുകിൽ അവർ നമ്മളെ കൂടെ വിളിക്കണം, അതല്ലെങ്കിൽ ഞാൻ കൂടി വന്നോട്ടെ എന്ന് അവരോട് അനുവാദം ചോദിക്കണം. അല്ലാതെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് ഇറങ്ങി പുറപ്പെടുന്നത് നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല ശ്രുതി. പിന്നെ നീ വേറൊരു കാര്യം ചോദിച്ചില്ലേ, മറുപടി പറയേണ്ടത് അതിനാണ്. ശരത്ത് നിന്നെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോന്ന് നീ ചോദിച്ചില്ലേ? ഒരാളുടെ വിവാഹം എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യതയാണ്, അയാളുടെ ഇഷ്ടമാണ്. അതിൽ എന്റെ സമ്മതത്തിന്റെ ഒരു ആവശ്യമില്ല. ശരത്ത് നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അവന് നിന്നോട് 1% അത്തരത്തിലൊരു ഇഷ്ടം ഉണ്ടാവണം. അല്ലാതെ അത് നടക്കില്ല ശ്രുതി. എന്റെ മനസ്സെന്താ ആന്റി ചിന്തിക്കാത്തത്? ആദ്യമായി ശരത്തേട്ടനോട് ഞാൻ ഇഷ്ടം പറഞ്ഞത് എത്രാമത്തെ വയസ്സിലാണെന്ന് അറിയോ ആന്റിക്ക്? എന്റെ 12ാമത്തെ വയസ്സില്. അന്ന് മുതൽ സ്വപ്നം കണ്ടു തുടങ്ങിയതാ ഞാൻ ശരത്തേട്ടനെ. ആന്റിയുടെ മകൾ അതിനിടയിൽ വന്ന് ശരത്തേട്ടനെ വിവാഹം കഴിച്ചു. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു. എന്നിട്ടും എന്നെങ്കിലും ഒരിക്കൽ ശരത്തേട്ടൻ എന്റെ ആകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ജീവിച്ചു. നീ എന്താ ഉദ്ദേശിച്ചത്? എന്റെ മകളുടെയും ശരത്തിന്റെയും വിവാഹം കഴിഞ്ഞ ശേഷവും ശരത്ത് നിന്റേതാകുമെന്ന പ്രതീക്ഷയിൽ നീ ജീവിച്ചു എന്ന് പറയുമ്പോ എന്റെ മകളുടെ മരണം നീ ആഗ്രഹിച്ചു എന്നല്ലേ? അല്ലേ ശ്രുതി? അയ്യോ ആന്റി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ എന്താ നീ ഉദ്ദേശിച്ചത്? ദേവി ഉപേക്ഷിച്ച് ശരത്ത് നിന്നെ വിവാഹം കഴിക്കണമെന്നോ? ആന്റി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട ശ്രുതി. നീ പറഞ്ഞത് കൃത്യമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയത്. ഇത്തരം മനസ്സിലിരിപ്പുമായാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ശ്രുതി, ഒരിക്കലും ശരത്ത് നിന്റേതാകാൻ പോകുന്നില്ല. അതിനു വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചാ മതി. ആന്റി അതിന് അനുവദിക്കില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ അനുവദിച്ചാൽ പോലും നിന്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ ശരത്ത് നിന്നെ ഇറക്കി വിടും. ഓർത്തോ?